കരൾ രോഗങ്ങൾ ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻറ്റ്സ്. ലക്ഷണങ്ങൾ പലതാണ്, അതിൻ്റെ കാരണങ്ങളും പലത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ലിവറിനെ അല്ലെങ്കിൽ കരളിനെ നശിപ്പിക്കുന്ന 5 കാര്യങ്ങൾ, അതേപോലെ തന്നെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിറ്റമിൻസും അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഗ്രേറ്റ് ഡീടോക്സിഫയിങ് ഓർഗനാണ് നമ്മുടെ ശരീരത്തിലെ കരൾ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെ, വിഷാംശങ്ങളെ പുറന്തള്ളുന്ന മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ കരളാണ് ചെയ്യുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുക, കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്യാനും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാനും, വിറ്റമിൻസിനെ ഉൽപ്പാദിപ്പിക്കാനും, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് സഹായിക്കുന്നു, പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ധർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കരൾ ചെയ്യുന്നത്. അതിന് ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഒരു ചെറിയ പോർഷനിൽ നിന്നും അത് പെട്ടെന്ന് എൻലാർജ് ചെയ്യാനുള്ള ആ ഒരു റീജനറേറ്റിംഗ് കപ്പാസിറ്റി വരെ കരളിനുണ്ട്. എന്നാൽ കുറേ കാലങ്ങളായിട്ടുള്ള ആ ഒരു ഫാറ്റി ലിവർ കംപ്ലയിൻസ് നമ്മൾ ജസ്റ്റ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അതിൽ ഇംപ്രഷനായിട്ട് ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻസ് വരുന്നത്. ആദ്യത്തെ കാലയളവിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1-2 വർഷം ചിലപ്പോൾ ലക്ഷണങ്ങളായിട്ട് ഒന്നും തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ ഒരു ഗ്രേഡ് 3 ഒക്കെ എത്തുമ്പോഴായിരിക്കും ലക്ഷണങ്ങൾ കുറച്ചുകൂടി സിവിയർ ആയിട്ട് പുറത്തേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കരളിൻ്റെ ആ ഒരു ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻസ് വരാൻ കാരണങ്ങൾ പലതാണ്. അതിൻ്റെ 90% കോസസും നമ്മളെ ഭക്ഷണ രീതികൾ തന്നെയാണ്. അതിനാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് മദ്യപിച്ചുകൊണ്ടാണ് ഈ ഒരു ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻസ് വരുന്നത്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു 90% നമ്മളെ ഭക്ഷണത്തിലൂടെ തന്നെ. അതിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ബാക്കി ഒരു 10% മാത്രമേ ഉള്ളൂ ആൽക്കഹോൾ അഡിക്ഷൻസ് എന്ന് വരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഭക്ഷണ രീതികളാണ് ഇത്തരം ഫാറ്റി ലിവർ കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണ രീതികൾ നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിനെ ഡാമേജ് ആക്കുന്ന ആദ്യത്തെ ഫുഡ് ഐറ്റമാണ് ഷുഗർ എന്ന് പറയുന്നത്. ഷുഗർ എല്ലാവർക്കും കഴിക്കാൻ, അതായത് പഞ്ചസാര എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, പേസ്ട്രീസ്, ബിസ്ക്കറ്റ്സ്, ഇതിലെല്ലാം കൂടുതലായിട്ടും മധുരം തന്നെയാണ്. മധുരം ഒരിക്കലും ഒരാൾക്ക് വെറുപ്പായിട്ട് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ നാവിന് നമുക്ക് രുചിയേറുന്നു അല്ലെങ്കിൽ നാവിനൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവുന്നു. നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു ബാഡ് ഫീലിംഗ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ സ്റ്റേജിലോട്ട് പോകുന്നു. നമ്മൾ കഴിക്കുന്ന ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ മെറ്റബോളൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കൊഴുപ്പാക്കിയിട്ട് കൂടുതലായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കരളിന് ചുറ്റുമാണ്. അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം ലോ ആവുകയും ഫാറ്റ് കൂടുതലായിട്ടും സ്റ്റോർ ചെയ്യുന്നത് കരളിന് ചുറ്റുമായിട്ട്, അങ്ങനെ നമുക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഷുഗർ മോളിക്യൂൾസ് അധികമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ലിവർ ഡാമേജ് ആവുന്നു. അങ്ങനെ ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് PCOD എന്ന കംപ്ലയിൻസ് വരുന്നു, ഡയബറ്റിസ് മെലിറ്റസ് എന്ന കംപ്ലയിൻസ് വരുന്നു. അങ്ങനെ ഓരോ ഓർഗൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഷുഗർ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ജസ്റ്റ് ഒരു പഞ്ചസാരയോ ചോക്ലേറ്റ്സോ മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ചോറിലും, അതായത് കൂടുതലായിട്ടും അന്നജം, കലോറീസ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു മിതമായ രീതിയിലാവണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ചോറിൻ്റെയും അതേപോലെ തന്നെ മറ്റ് ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ ഫ്രൂട്ട്സിൽ കൂടുതലായിട്ടും ഷുഗർ ഉണ്ടല്ലോ, അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ്. അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഫ്രൂട്ട് ജ്യൂസ് ഈ ഫോമിൽ ഒരിക്കലും എടുക്കരുത്. അതിൻ്റെ ഫൈബർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ഫ്രക്ടോസ് ഫോം തന്നെയാണ്. ഫ്രക്ടോസ് ഫോം എന്ന് പറയുമ്പോൾ അതൊരു ഷുഗറാണ്, അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ഫോം തന്നെയാണ് കിടക്കുന്നത്. അത് പെട്ടെന്ന് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സ് ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ അതിൽ ഫ്രക്ടോസും ഉണ്ട്, അതേപോലെ തന്നെ ഫൈബറും ഉണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫാറ്റിനെ പെട്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആ ഒരു ചെയിന് വളരെ സ്ലോ പ്രോസസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത് നിങ്ങൾക്കൊരു മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക.
ഇനി രണ്ടാമത്തെ ഒരു ഡാമേജിങ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ഇൻടേക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു 100%-ൽ 10% മാത്രമാണ് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാവുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതായത് കൂടുതലായിട്ടും നമ്മൾ ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നമ്മളെ ലിവറിനെ ടോക്സിഫൈ ചെയ്യുന്നു. ടോക്സിഫൈ ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് ലോ ആയിക്കൊണ്ടിരിക്കുന്നു. അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നശിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ സിറോസിസ് എന്ന സ്റ്റേജിലോട്ട് പോകുന്നത്. ഗ്രേഡ് 4 എന്ന് പറയുമ്പം ലിവറിൻ്റെ ഫങ്ഷൻസ് ലോ ആവുന്നു, ലിവർ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് പല ആളുകളോടും, അതായത് ഫാറ്റി ലിവർ പേഷ്യൻസിനോട് മദ്യപാനം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ പറയുന്നത്. മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റു പല ഓർഗൻസും ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ അത്തരം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഡാമേജിങ് ഫാക്ടർ എന്ന് പറയുമ്പം ലാക്ക് ഓഫ് എക്സസൈസ്. നമ്മൾ ഇത്തരം ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ നമ്മളെ ബോഡിയിൽ എനർജി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരം അതിന് കൂടുതലായിട്ട് മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നില്ല. അതിനെ നമ്മൾ തീരെ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ആ ഒരു സ്വെറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസം, അതായത് ഈ ഒരു കുടവയറിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ തുടയ്ക്ക് ചുറ്റുമുള്ള ഫാറ്റിനെ പെട്ടെന്ന് അതിനെ ഡിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വർക്കൗട്ട് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഒരു 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ്, അത് എസ്പെഷ്യലി പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ പീരീഡ്സിൻ്റെ വേദന വന്നാൽ മെഫ്താല്, അല്ലെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ, ഒരു ഡോക്ടറെ നിർദ്ദേശമില്ലാതെ ഒരു സെൽഫ് മെഡിക്കേഷൻസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഓർഗൻ ഡാമേജസ് ഉണ്ടാക്കുന്നതാണ്. എസ്പെഷ്യലി ലിവർ കംപ്ലയിൻസ്, കിഡ്നി കംപ്ലയിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും മൾട്ടി വിറ്റമിൻസ് ഒക്കെ അതിൻ്റെയൊക്കെ ഓവർ ഡോസേജ് കാരണവും ഈ ഒരു കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം റീസൺസ് ആണ് ശരീരത്തിൽ ലിവർ നശിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നത് ഇത്തരം കാരണങ്ങളാണ്. ഈ നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് വിറ്റമിൻസ് നമുക്ക് നോക്കാം. പലരും ചിന്തിക്കാറുണ്ട് ഈ ചോറും അതേപോലെ തന്നെ ഷുഗറും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ലിവറിൻ്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. ശരീരത്തിൽ വിറ്റമിൻസും അത്യാവശ്യമാണ്. അതായത് ലിവറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വിറ്റമിൻസ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എസ്പെഷ്യലി വിറ്റമിൻ ബി, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, അതേപോലെ തന്നെ വിറ്റമിൻ സി. ഈ ഒരു മെയിൻ വിറ്റമിൻസ് ആണ് ശരീരത്തിലെ ലിവറിൻ്റെ ആ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. വിറ്റമിൻ ബിയിൽ വരുന്നതാണ് വിറ്റമിൻ B3, അതേപോലെ തന്നെ വിറ്റമിൻ B12 എന്ന് പറയുന്നത്. വിറ്റമിൻ B12ൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നാഡികളുടെ പ്രവർത്തനം ഊർജ്ജപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലിവറിൻ്റെ ആരോഗ്യം അത് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അതേപോലെ വിറ്റമിൻ B3 നിയാസിൻസ് എന്ന് പറയുന്നു. അതും നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം ഈസി ആക്കാൻ സഹായിക്കുന്നു. അതിൽ ലിവറിൽ എന്തെങ്കിലും സ്കാർസോ അല്ലെങ്കിൽ ഫൈബ്രോസിസോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിറ്റമിൻസ് ആണ് വിറ്റമിൻ B3 എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റമിൻ B3യും അതേപോലെ തന്നെ വിറ്റമിൻ B12ഉം ധാരാളം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ചെറിയ മത്സ്യങ്ങളിലും നട്ട്സിൽ, സീഡ്സിലെല്ലാം ഇത്തരം വിറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. നോൺ വെജ് ഫുഡ് ഐറ്റംസിലെല്ലാം വിറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അതേപോലെ വിറ്റമിൻ B3 റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം നട്ട്സിലും സീഡ്സിലും, അതോടൊപ്പം തന്നെ മഷ്റൂംസ്, അവക്കാഡോ, ചെറിയ ധാന്യങ്ങളിലെല്ലാം ഇത്തരം വിറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിറ്റമിൻ B3യും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വിറ്റമിൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി അടുത്ത വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ വിറ്റമിൻ ഇ ആണ്. വിറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ഹെൽത്ത് ആണ് കൂടുതലായിട്ടും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലിവറിൽ ഉണ്ടാവുന്ന ഈ ഒരു എക്സസ് ഫാറ്റിനെ പെട്ടെന്ന് മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു വിറ്റമിൻ ഇ ആണ്. അപ്പോൾ അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക. ചെറിയ ലീഫി വെജിറ്റബിൾസിലും ചെറിയ മത്സ്യങ്ങളിലും മിതമായ രീതിയിൽ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. മഷ്റൂംസിൽ, അവക്കാഡോ, ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും എല്ലാം വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊരു വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ വിറ്റമിൻ ഡി ആണ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതൊരു സൺഷൈൻ വിറ്റമിൻസ് ആണ്. നമ്മൾ നല്ല രീതിയിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ശരീരത്തിൽ വിറ്റമിൻ ഡിൻ്റെ ആ ഒരു കൺവേർഷൻ ഈസി ആക്കുന്നു. അപ്പോൾ ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു ഡെഫിഷ്യൻസീസ് നമുക്ക് അതിലൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ മഷ്റൂംസിൽ, കോക്കനട്ട് ഓയിൽസിൽ, അതേപോലെ തന്നെ കോക്കനട്ട് മിൽക്കിലെല്ലാം കാണപ്പെടുന്നുണ്ട്. ചെറിയ മത്സ്യങ്ങളിലെല്ലാം വിറ്റമിൻ ഡി കാണപ്പെടുന്നുണ്ട്.
ഇനി നിങ്ങൾ വിറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രമിക്കുക. വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ അതൊരു ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ് ആണ്. അപ്പോൾ സപ്ലിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഉച്ചയൂണിന് ശേഷം അല്ലെങ്കിൽ ഒരു ഓയിലി ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം വിറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുക. ആഴ്ചയിൽ ഒരു 60K എന്നുള്ള രീതിയിൽ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികൾക്കാണെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഒരു ലോ ഡോസേജ് വിറ്റമിൻ ഡി കൊടുക്കാവുന്നതാണ്. സോ ഇത്തരം വിറ്റമിൻസ് ആണ് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളും ആൽക്കഹോളിൻ്റെ അഡിക്ഷൻസ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക, കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക, വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, മാനസികമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതാദ്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരളിൻ്റെ ആ ഒരു ആരോഗ്യം നമുക്ക് പൂർണ്ണമായിട്ടും നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.